ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് വന്നിരിക്കണേ. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മസൂർ ഡാലാണ്. മസൂർ ഡാൽ എന്ന് പറഞ്ഞാൽ റെഡ് ലെൻറ്റിൽസ്, ചുവന്ന പരിപ്പ്. നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കാണുമല്ലോ ചുവന്ന പരിപ്പ്. അത് ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയതാണ് കേട്ടോ. നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ മസൂർ ഡാൽ കേട്ടോ, ചുവന്ന പരിപ്പ്. അപ്പോൾ ഇത് ഞാൻ ഈ ആൻറ്റി ഏജിങ്, അതായത് ഏജ് മൂലം സ്കിന്നിലുണ്ടാവുന്ന കേടുപാടുകൾ, ജരാന്തരകൾ എന്നൊക്കെ നമ്മൾ പറയൂലേ, ചുളിവുകൾ, അതുപോലെ ഡിസ്കളറേഷൻ, സ്കിൻ തൂങ്ങുക തുടങ്ങിയുള്ള ലക്ഷണങ്ങൾക്കൊക്കെ കുറയ്ക്കുന്നതിന് മസൂർ ഡാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസിൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ഫ്രീ റാഡിക്കൽസ് മൂലം നമ്മുടെ സ്കിന്നിൽ കോശങ്ങളിൽ ഉണ്ടാവുന്ന കേടുപാടുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആൻറ്റി ഏജിങ് പാക്കായിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിത് 2 തരത്തിൽ ഉപയോഗിക്കാം കേട്ടോ. ഈ മസൂർ ഡാൽ നമുക്ക് പിന്നെ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് അരിച്ച് വെച്ച് നമുക്കൊരു നല്ല കാറ്റ് കയറാത്തൊരു പിന്നെ ഡപ്പയിലിട്ട് വെച്ച് അടച്ചു വെച്ചിരുന്ന കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അന്നന്ന് നമുക്കിത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിറ്റേന്ന് നമുക്കത് അരച്ചെടുത്തു. അങ്ങനെ 2 തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഈ പൊടിച്ച് വെക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പം അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ കോശങ്ങളിലെ കേടുപാടുകൾ തീർക്കും എന്ന് മാത്രമല്ല കേട്ടോ, ഇതിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, ബി കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെ കളറ് ഡിമ്മാവുമല്ലോ പ്രായമൊക്കെ ആകുമ്പോൾ. ഒരു പ്രായം കഴിയുമ്പോൾ കളറ് ഡിമ്മായി വരും. അപ്പോൾ ഈ കളറിനെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് നിലനിർത്തുന്നതിനും അതുപോലെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തുന്നതിനും ഒക്കെ നല്ലതാണ്. ഇതിനകത്ത് അയണുണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, പ്രോട്ടീനുണ്ട്. അങ്ങനെ നമ്മുടെ സ്കിന്നിന് ബി കോംപ്ലക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സ്കിന്നിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഞാൻ പറയുന്നത് എന്താണെന്നോ, എങ്ങനെയാണ് നമുക്കിതൊരു പാക്കായിട്ട് ഇങ്ങനെ ഇപ്പോൾ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ ഒന്നും വന്നിട്ടില്ല, സ്കിൻ തൂങ്ങി തുടങ്ങിയിട്ടില്ല, റിങ്കിൾസ് ഒന്നും അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടില്ല, അങ്ങനെയുള്ളൊരു 30കളിൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 തരം പാക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നോ, ഈ മസൂർ ഡാൽ തലേന്ന് രാത്രി നമുക്ക് ഒരു 2 സ്പൂൺ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. നിങ്ങൾ എത്ര എടുക്കണമെങ്കിൽ അത് നികക്കെ റോസ് വാട്ടർ ഒഴിച്ച് തലേന്ന് വെക്കണം. ഇനി നിങ്ങൾ പൊടിയാണെങ്കിൽ, നിങ്ങൾ പൊടിച്ച് വെച്ചതാണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ നമുക്ക് ഇത് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പരിപ്പാണെങ്കിൽ തലേന്ന് റോസ് വാട്ടറിൽ അത് സോക്ക് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് അടുത്ത ദിവസം ഇത് അരച്ചിട്ട് കാച്ചാത്ത പാല്, കാച്ചാത്ത പാൽ അതിലൊഴിച്ച് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഇത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഏജിങ്, അതായത് വാർദ്ധക്യ ലക്ഷണങ്ങളെ ചെറുത്ത് നിൽക്കുന്നതിന് ആണ് ഈ പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കും കൂടെ പറയാം നമുക്ക് ഈ 30-40കളിലൊക്കെ ഉപയോഗിക്കാൻ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അതിനായിട്ട് അടുത്തൊരു പാക്ക് എന്ന് പറയണത് ഇതുപോലെ തന്നെ നമുക്ക് തലേന്ന് സോക്ക് ചെയ്യാം. തലേന്ന് നമുക്ക് ആവശ്യമായ ചുവന്ന പരിപ്പ് അല്ലെങ്കിൽ മസൂർ ഡാൽ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കുക. എന്നിട്ട് അടുത്ത ദിവസം ഗ്രീൻ ടീ കേട്ടോ, ഗ്രീൻ ടീ ആണ് നമ്മൾ ഇതിന് മിക്സ് ചെയ്യുന്നത്. ഗ്രീൻ ടീ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിറയെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ കോളജൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു പാക്കാണ് ഗ്രീൻ ടീ. നമുക്കിതിലൊഴിച്ച് അങ്ങനെയും നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്യാം. ഇതും ഒരു 20 മിനിറ്റ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് മുഖമൊക്കെ വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം, നമുക്ക് പെട്ടെന്ന് ചുളിവുകൾ പ്രത്യക്ഷപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ലാഫ് ലൈൻ വരിക, അതുപോലെ നെറ്റിയിൽ വരകൾ പ്രത്യക്ഷപ്പെടുക, ഇതിനെല്ലാം നമുക്ക് ഒരു പരിധി വരെ കേട്ടോ, ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നതിനും വരാതിരിക്കുന്നതിന് ഈ പാക്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അടുത്തതായിട്ട് മസൂർ ദാൽ വെച്ച് സ്കിൻ തൂങ്ങുക അല്ലേ, സ്കിൻ അവിടെ ഇവിടെയൊക്കെ നമുക്ക് നമ്മൾ മിററിൽ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ഇവിടെയൊക്കെ സ്കിന്ന് തൂങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ സ്കിൻ തൂങ്ങാതിരിക്കുന്നതിന് പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ പാക്കുകൾക്കും വേറൊരു ഗുണമുണ്ട് കേട്ടോ. സ്കിൻ ബ്രൈറ്റ് ആവും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകും, അതോടൊപ്പം തന്നെ സ്കിന്നിലെ ഈർപ്പം നിലനിർത്തും, നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്, പിന്നെ നല്ല ഒന്നാന്തരം എക്സ്ഫോളിയേഷനാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിനെല്ലാത്തിനും ഈ ഒരു പാക്ക് ഇട്ടാൽ മതി. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാക്ക് ഇട്ടാൽ മതി, നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും കിട്ടും. അതാണ് ഈ മസൂർ ദാലിൻ്റെ ഒരു പിന്നെ എന്താ പറയണേ, അതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ സ്കിൻ ടൈറ്റ് ആവാൻ, ഈ തൂങ്ങാതിരിക്കുന്നതിനും ടൈറ്റ് ആവുന്നതിനും എല്ലാം നമ്മൾ എഗ് വൈറ്റിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതുണ്ടെങ്കിൽ ലെമൺ ജ്യൂസും എഗ് വൈറ്റ് നന്നായിട്ട് വൈറ്റ് എടുത്ത് മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഓക്കെ, നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് മസൂർ ദാൽ ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് പരിപ്പാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ തലേന്നേ കുതിർക്കണേ. തലേന്നേ നമുക്കത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചിട്ട് എഗ് വൈറ്റും ഒരു 4 സ്പൂൺ ലെമൺ ജ്യൂസും, ഓക്കെ, അധികം വേണ്ട കേട്ടോ, 4 സ്പൂൺ 4 സ്പൂണല്ല 4 തുള്ളി അത്രയും മതി, ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. ഇത് എഗ് വൈറ്റ് ഇടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നോ, പെട്ടെന്ന് ഇത് ടൈറ്റ് ആകുമേ. അപ്പോൾ നിങ്ങളത് സംസാരിക്കാതെ ഇരിക്കണം. എഗ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ വിചാരിച്ച ഗുണം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കണം. അത് ഏത് പാക്ക് ഇടുമ്പോഴും പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ വർത്താനം പറയരുത് കേട്ടോ. ഞാൻ മിക്കവാറും എല്ലാ വീഡിയോകളിലും പറയണതാണ്, എഗ് വൈറ്റ് ഇടുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുഖം വാഷ് ചെയ്യാം. ഇതാണ് സ്കിൻ ടൈറ്റൻ ചെയ്യാൻ മസൂർ ദാൽ ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് തരുന്ന പാക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇപ്പം നമുക്ക് പ്രായമാകുമ്പോൾ മുഖത്ത് പിഗ്മെൻറ്റേഷനൊക്കെ പ്രത്യക്ഷപ്പെടും അല്ലേ, ബ്ലാക്ക് കളർ ഒക്കെ പ്രത്യക്ഷപ്പെടും, സൺ ടാൻ വരും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് വരികയാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉള്ള പാക്കാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ദാല് കുതിർത്തരച്ചത് അല്ലെങ്കിൽ മസൂർ ദാൽ പിന്നെ പൊടി. ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യാം, ഹണി മിക്സ് ചെയ്യാം, ലെമൺ മിക്സ് ചെയ്യാം, മഞ്ഞൾ മിക്സ് ചെയ്യാം. മഞ്ഞൾ 1/2 സ്പൂൺ മതി കേട്ടോ. ഹണി ഞാൻ ഒന്നും കൂടെ പറയാം. ദാല് നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ഹണി, 1/2 സ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്യുക. ഇത് പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്ക് ആ ഡിസ്കളറേഷൻ പോകുന്നതിനും എല്ലാം മസൂർ ദാൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒന്നാന്തരം പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ പാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യണം, റിസൾട്ട് എന്നെ അറിയിക്കണം. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എന്നെ വായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, എന്നാൽ ബൈ.